ഹായ് ഹലോ മക്കളെ സ്വാഗതം. നമ്മൾ ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് അല്ലേ, ഒരു ബേസിക് ലെവൽ പോർഷനാണ്. പലപ്പോഴും അറിയാം, സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറഞ്ഞ് പലപ്പോഴും സിലബസിൽ ഒരുമിച്ചാണ് കാണാറ്. അപ്പോൾ ഭിന്നസംഖ്യകൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ദശാംശ സംഖ്യകൾ അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഒരു ബേസിക് ലെവൽ പോർഷനാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് സാവകാശം എന്താണ് ഈ ചാപ്റ്റർ, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ സാവകാശം വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ റേഞ്ച് കുറവുള്ള മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടും. ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ എഴുതുക, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വൃത്തിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ കുറേ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ദശാംശസംഖ്യകൾ എന്താണ്, എങ്ങനെ ഗുണിക്കും, ഹരിക്കും, കൂട്ടും, കുറയ്ക്കും, ആവർത്തിത സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടൈപ്പ് പഠിക്കാനുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോഴാണ് എല്ലാ ചാപ്റ്ററും പഠിക്കുന്ന പോലെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വായോ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം, സെറ്റാ. ശരി, ആദ്യം നമ്മൾ എന്താണ് ദശാംശ സംഖ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണം 2.3 ഇതൊരു ദശാംശ സംഖ്യയാണ് അല്ലേ. 4.879 ഇത് മറ്റൊരു ദശാംശ സംഖ്യയാണ് അല്ലേ. 0.0372 ഇതൊരു ദശാംശ സംഖ്യയാണ്. അപ്പം ഇങ്ങനെ പോയിന്റ് വരുന്ന, ദശാംശം വരുന്ന സംഖ്യകളെ ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയും. ഇത് ഓക്കെയാണ്, എല്ലാവർക്കും അറിയാം. ശരി, എങ്കിൽ നമ്മൾ സാധാരണ ഒരു സംഖ്യ എഴുതുമ്പോൾ, ഉദാഹരണം 23 എന്ന് എഴുതുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 23 ശേഷം പോയിന്റ് കിടപ്പുണ്ട്. ആ പോയിന്റ് നമ്മൾ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ പൂർണ്ണസംഖ്യകൾ എഴുതുമ്പോഴും അതിൻ്റെ അവസാനം പോയിന്റ് ഒളിച്ച് കിടപ്പുണ്ട്. ഇങ്ങോട്ട് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ പോയിന്റ് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ 915 പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കിടപ്പുണ്ട്. പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്, നമ്മളത് എഴുതുന്നില്ല. കാരണം ഇങ്ങോട്ട് വേറെ സംഖ്യകൾ ഇല്ലാത്തത് കൊണ്ട് 915 എഴുതി നിർത്തുവാണ്. പോയിന്റ് ലാസ്റ്റ് ഒളിച്ച് കിടപ്പുണ്ട്, ആണോ? അപ്പം 6218 എന്ന് എഴുതുമ്പം ഈ സംഖ്യയുടെ പോയിന്റ് എവിടെയാണ് ഒളിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് പോയിന്റ്. വേറെ സംഖ്യകൾ അപ്പുറത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ആണ്. അതും നിങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ ബാക്കി ശ്രദ്ധിച്ചോ. 2.5 18.127 0.3784 234 234.15 46.7 കുറേ ദശാംശ സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താണ് മക്കളെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താ? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണം. ഇത്രേ ഉള്ളൂ മക്കളെ. പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അതാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. എന്താണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അതാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. അപ്പം 2.5 എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 1. കാരണം പോയിന്റിന് ശേഷം ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി 18.127 എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ 3 ദശാംശ സ്ഥാനങ്ങൾ ഡെസിമൽ പ്ലേസസ് ഉണ്ട്. കാരണം പോയിന്റിന് ശേഷം 3 സംഖ്യകളുണ്ട്. ഓക്കെ, 0.3784 എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4. കാരണം ഇവിടെ പോയിന്റിന് ശേഷം 4 സംഖ്യകളുണ്ട്. അപ്പം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം, ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അതാണ് അതിൻ്റെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം.
അതൊന്ന് മനസ്സിലാക്കുക. പോയിന്റിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണമാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണമായിട്ട് പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചാൽ 2, ഇതിന് എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചാൽ 1. അപ്പോൾ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അതാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. റെഡിയാണ്? ഇനി വേറൊരു സംശയം, 0.5 എന്ന് എഴുതിയാലും 0.5 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. കുറച്ചുകൂടെ കറക്റ്റ് ഇതാണ്. പ്രോപ്പറായിട്ട് എഴുതുമ്പം 0.5 എന്ന് എഴുതിയാൽ തെറ്റില്ല, 0.5 എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കറക്റ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം 0.73 എന്ന് എഴുതിയാലും 0.73 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് ആപ്റ്റായിട്ടുള്ളത് 0.73 എന്നതാണ്. ഇത്രയും ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അതാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം. ഇനി ഈ ചാപ്റ്ററിലെ ഓരോ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് പഠിക്കാം മക്കളെ. ആദ്യത്തെ ടൈപ്പ് 1. ആദ്യത്തേത് ടൈപ്പ് 1. വലുതേത് ചെറുതേത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദശാംശ സംഖ്യകൾ തരും. അതിലേതാണ് വലിയ സംഖ്യ, ഏതാണ് ചെറിയ സംഖ്യ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടോ 4 ഓപ്ഷൻസ് തന്നേക്കുന്നത് കണ്ടോ മക്കളെ. 4.52 ഉണ്ട്, 3.025 ഉണ്ട്, 5.125 ഉണ്ട്, 2.11 ഉണ്ട്. ഏതാണ് ഇതിലെ വലിയ സംഖ്യ എന്നതാണ് ചോദ്യം. ശരിയല്ലേ? ഏതാണ് ഇതിലെ വലിയ സംഖ്യ? അപ്പോൾ ദശാംശ സംഖ്യകളിൽ വലുത് ചെറുത് എങ്ങനെ കണ്ടുപിടിക്കും? പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക. പൂർണ്ണസംഖ്യ ഏറ്റവും വലുതായിട്ടുള്ളത് ഏറ്റവും വലിയ ദശാംശ സംഖ്യയായിരിക്കും അല്ലേ? പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുമ്പം ഇവിടെ പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. പോയിന്റിന് മുൻപുള്ള ദശാംശത്തിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക. പൂർണ്ണസംഖ്യകൾ വലുതായിട്ടുള്ളത് വലിയ ദശാംശ സംഖ്യ, പൂർണ്ണസംഖ്യ ചെറുതായിട്ടുള്ളത് ചെറിയ ദശാംശ സംഖ്യ. ഇവിടെ പൂർണ്ണസംഖ്യ ഏറ്റവും വലുതായിട്ടുള്ളത് ഇതല്ലേ മക്കളെ? അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏറ്റവും വലുത് 5.125 ആണ്. സോ എളുപ്പമാണ് അല്ലേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് വലുത് ചെറുത് കണ്ടുപിടിക്കണേ? ഒന്നുമില്ല, പോയിന്റിന് ദശാംശ സ്ഥാനത്തിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കണം. പൂർണ്ണസംഖ്യകളിൽ വലുതായിട്ടുള്ളത് വലിയ ദശാംശ സംഖ്യ, പൂർണ്ണസംഖ്യകളിൽ ചെറുതായിട്ടുള്ളത് ചെറിയ ദശാംശ സംഖ്യ. റെഡി? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റിന് മുൻപ് പൂർണ്ണസംഖ്യകളില്ല. അങ്ങനെ വന്നാൽ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ പരിശോധിക്കുക. അത് വലുതായിട്ടുള്ളത് വലുത്, അത് ചെറുതായിട്ടുള്ളത് ചെറുത്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ പരിശോധിക്കുമ്പം ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഇതിലേറ്റവും ചെറുതല്ലേ കാണേണ്ട മക്കളെ? ആണ്, ഇതിലേറ്റവും ചെറുത്. അപ്പം പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ ഏറ്റവും ചെറുതായിട്ടുള്ളത് ചെറുത്, വലുതായിട്ടുള്ളത് വലുത്. ഇവിടെ പോയിന്റിന് ശേഷം 1, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 0 ആണ്. പോയിന്റിന് ശേഷം ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് 0 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കണ്ടോ? അപ്പോൾ പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ ഒരേപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റിന് മുൻപ് പൂർണ്ണസംഖ്യകളൊന്നും ഇല്ല എങ്കിൽ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ നോക്കുക. ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്, ആദ്യത്തെ സംഖ്യ ചെറുതായിട്ടുള്ളത് ചെറുത്. ഇവിടെ ആദ്യത്തെ സംഖ്യ ഏറ്റവും ചെറുത് 0.0 ആണ്, 0 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 0.025 ആണ്. എളുപ്പമല്ലേ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? അല്ലേ? ചോദിച്ചേക്കുന്നത് വലിയ സംഖ്യ കാണാനല്ലേ? ചോദിച്ചേക്കുന്നത് വലിയ സംഖ്യ കാണാനാണ്. ശരി, വലിയ സംഖ്യ കാണാൻ ചോദിക്കുമ്പം മക്കളെ, വലിയ സംഖ്യ കാണാൻ ചോദിക്കുമ്പം പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക. പൂർണ്ണസംഖ്യകൾ ഒരേപോലെയാണെങ്കിൽ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യകൾ പരിശോധിക്കുക. ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്. ഇവിടെ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 3. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്. പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ നോക്കി അതെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ നോക്കുക, അത് വലുതായിട്ടുള്ളത് വലുത്. അപ്പോൾ വലുതായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതല്ലേ മക്കളെ വലുതായിട്ടുള്ളത്? അപ്പോൾ ഇതിലേറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ,
മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ. പോയിന്റിന് മുൻപ് പൂർണ്ണസംഖ്യകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത് ആണോ? ഇവിടെ വലിയ സംഖ്യ കാണാനല്ലേ ചോദിച്ചേക്കുന്നേ? വലിയ സംഖ്യ കാണാനാണ്. പോയിന്റിന് ശേഷം ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? കാരണം ഓപ്ഷൻ എയിൽ പോയിന്റിന് ശേഷം ആദ്യം 0 ആണ്, ഓപ്ഷൻ ബിയിലും 0 ആണ്, ഓപ്ഷൻ സിയിലും 0 ആണ്, ഓപ്ഷൻ ഡി പോയിന്റിന് ശേഷം 9 ആണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ ഏറ്റവും വലുതായിട്ടുള്ളത് വലുത്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്തൊക്കെയാണോ? നെക്സ്റ്റ് വൺ മക്കളെ, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? ഏതാ കാണണ്ടേ? വലിയ സംഖ്യ ആണോ? അപ്പോൾ പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിച്ചപ്പോൾ എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ പരിശോധിച്ചപ്പോൾ അതും ഒരേപോലെയാണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ വലുതായിട്ടുള്ളതായിരിക്കും വലുത്. രണ്ടാമത്തെ സംഖ്യ വലുതായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഏതാ മക്കളെ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി അല്ലേ രണ്ടാമത്തെ സംഖ്യ? ആണോ? പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ ഒരേപോലെയാണ്. അപ്പോൾ പിന്നെ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ നോക്കണം. ആണോ? അതെല്ലാം ഒരേപോലെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ നോക്കണം. രണ്ടാമത്തെ സംഖ്യ ഒരേപോലെയാണ് മൂന്നാമത്തെ, അങ്ങനെ നോക്കി പോകണം. ഇവിടെ രണ്ടാമത്തെ സംഖ്യകൾ ഡിഫറൻ്റ് ആണ്, അതിൽ വലുതായിട്ടുള്ളതായിരിക്കും വലുത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വലുത്. ചെയ്തത് ഓക്കെ ആണോ മക്കളെ? ആണ്. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? ആണോ? അപ്പോൾ ഇവിടെയും ഏത് കാണാനാ കുഞ്ഞുങ്ങളെ? വലിയ സംഖ്യ കാണാനല്ലേ? ഓപ്ഷൻ പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക. അത് ഒരേപോലെയാണെങ്കിൽ ഒരേപോലെയാണ്. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ നോക്കുക, അതും ഒരേപോലെയാണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ നോക്കുക, അതും ഒരേപോലെയാണ്. അപ്പം പോയിന്റിന് ശേഷമുള്ള മൂന്നാമത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്. മൂന്നാമത്തെ സംഖ്യ ഡിഫറൻ്റ് ആണ് അല്ലേ? മൂന്നാമത്തെ സംഖ്യ വലുതായിട്ട് എവിടെയാണ് മക്കളെ? മൂന്നാമത്തെ സംഖ്യ വലുതായിട്ട് ഓപ്ഷൻ ബിയിലല്ലേ? അല്ലേ? കാരണം ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും ഒക്കെ സെയിമാണ്. പോയിന്റിന് മുൻപുള്ള ഒന്നാമത്തെ സംഖ്യ എല്ലാം 7 ആണ്. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ എല്ലാം 4 ആണ്. പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ എല്ലാം 3 ആണ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള മൂന്നാമത്തെ സംഖ്യ നോക്കണം, അത് 6 ആണ്, അതാണ് വലുത്. ഓക്കെ ആണോ? ആണ്. മുന്നോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ സംഖ്യ. എന്താ ചോദിച്ചേക്കുന്നത്? ചെറിയ സംഖ്യയാണ്. പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ ഒരേപോലെ, രണ്ടാമത്തെ സംഖ്യ ഒരേപോലെ, മൂന്നാമത്തെ സംഖ്യ നോക്കാം. പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ, പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ എല്ലാം 8 അല്ലേ? പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ ചെറുതായിട്ടുള്ളത് ചെറുത്. പോയിന്റിന് ശേഷമുള്ള രണ്ടാമത്തെ സംഖ്യ ഇവിടെ 7, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 4. അപ്പോൾ ചെറുത് കാണാൻ പറഞ്ഞതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ഓക്കെ ആണോ? പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ ഒരേപോലെ, രണ്ടാമത്തെ സംഖ്യ വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറുത് കാണാൻ പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ സംഖ്യ ചെറുതായിട്ടുള്ളതാണ് ചെറുതെന്ന് മനസ്സിലാക്കാം. ചെയ്തത് ക്ലിയർ ആണോ? പക്കയാണോ? ആണ്. എങ്കിൽ നമുക്ക് മുന്നോട്ട് വരാം. അടുത്ത ടൈപ്പ് പഠിക്കാം. എത്രാമത്തെ ടൈപ്പാ? രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ ടൈപ്പ് 1ൽ നമ്മൾ എന്താ മക്കളെ പഠിച്ചേ? ദശാംശ സംഖ്യകളിൽ വലുതേത് ചെറുതേത്. എന്താ അവിടെ നിയമം യൂസ് ചെയ്യണ്ടേ? പോയിന്റിന് മുൻപേ ഉള്ള പൂർണ്ണസംഖ്യകൾ പരിശോധിക്കുക. പൂർണ്ണസംഖ്യയിൽ വലുതായിട്ടുള്ളത് വലുത്, ചെറുതായിട്ടുള്ളത് ചെറുത്. പൂർണ്ണസംഖ്യകൾ ഒരേപോലെയാണെങ്കിൽ, പോയിന്റിന് മുൻപുള്ള പൂർണ്ണസംഖ്യകൾ ഒരേപോലെയാണെങ്കിൽ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ പരിശോധിക്കുക. ആദ്യത്തെ സംഖ്യ വലുതായിട്ടുള്ളത് വലുത്, ചെറുതായിട്ടുള്ളത് ചെറുത്. ആദ്യത്തെ സംഖ്യ ഒരേപോലെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ പരിശോധിക്കുക, അത് വലുതായിട്ടുള്ളത് വലുത്, ചെറുതായിട്ടുള്ളത് ചെറുത്. രണ്ടാമത്തെ സംഖ്യ ഒരേപോലെയാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ പരിശോധിക്കുക, അത് വലുതായിട്ടുള്ളത് വലുത്, ചെറുതായിട്ടുള്ളത് ചെറുത്. അങ്ങനെ നോക്കിപ്പോണം. ഓക്കെ അല്ലേ? ശരി. രണ്ടാമത്തേത് ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും. ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കാനും തിരിച്ചു അല്ലേ? അപ്പോൾ ചോദ്യം 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം. മക്കളെ ശ്രദ്ധിച്ചേ, 0.45 എന്ന ദശാംശ സംഖ്യേനെ എനിക്ക് എങ്ങനെയാണ് ഭിന്നസംഖ്യയാക്കാൻ പറ്റുന്നത്? ഇതിനെ 45/100 എന്ന് എഴുതാം. 0.45 എന്ന് പറഞ്ഞാൽ 45/100 എന്നാണ് അർത്ഥം. അപ്പോൾ 5 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 9 തവണ, ഇത് 20 തവണ. ആൻസർ 9/20 എന്നാണ് കിട്ടുന്നത്. 9/20. ആൻസർ 9/20. ഇനി കുറച്ച് കാര്യങ്ങൾ
അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടു മക്കളെ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ എക്സാമ്പിൾ 15, ഇതിനെ 10 കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ നിയമം ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം എന്നാ. 15 എന്ന സംഖ്യയുടെ പോയിന്റ് എവിടെയാ? ഇവിടെയല്ലേ? ആണോ? ആണ്. ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പം അത് 1.5 എന്നാവും. ഇടത്തോട്ട് മാറ്റണം. എന്തുകൊണ്ടാണ് ഒരു പോയിന്റ് എടുത്തത്? 10ന് ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 100 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിൽ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 1000 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിൽ 3 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 10,000 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിൽ 4 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഹരിക്കുമ്പം പോയിന്റുകൾ ഇടത്തോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. എത്ര സീറോ ഉള്ള സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത്, സീറോയുടെ എണ്ണം അനുസരിച്ച് ഇടത്തോട്ട് മാറ്റണം. 10 കൊണ്ട് ഹരിക്കാൻ 1 പോയിന്റ് ഇടത്തോട്ട്, 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിന്റ് ഇടത്തോട്ട്, 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിന്റ് ഇടത്തോട്ട്. പറഞ്ഞ മനസ്സിലായോ? പൂജ്യങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ പോയിന്റുകൾ മാറ്റേണ്ടത്. 1 പൂജ്യം ഉള്ളത് കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 1 പോയിന്റ് ഇടത്തോട്ട്, 2 പൂജ്യം ഉള്ളത് കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 2 പോയിന്റ് ഇടത്തോട്ട്, 3 പൂജ്യം ഉള്ളത് കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 3 പോയിന്റ് ഇടത്തോട്ട്. അങ്ങനെയാണ് അതിൻ്റെ ക്രമം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. നോക്ക്, 23 പോയിന്റ് അല്ലെങ്കിൽ 235/10, 235/10 കണ്ടോ? 10 കൊണ്ടല്ലേ ഹരിക്കുന്നേ, ഒരു പോയിന്റ് അല്ലേ ഇടത്തോട്ട് മാറ്റണ്ടേ. ഇപ്പം 235ൻ്റെ പോയിന്റ് ഇവിടെയല്ലേ കിടക്കുന്നേ, ഒരു പോയിന്റ് മാറ്റുമ്പം 23.5 കണ്ടോ? 48.56 ഇതിനെ 10 കൊണ്ട് ഹരിക്കണം. ആണോ മക്കളെ? ഇവിടെ ഒരു പോയിന്റ് ഇടത്തോട്ടല്ലേ മാറ്റണ്ടേ. അപ്പോൾ 4.856 എന്ന് വരും. എപ്പോഴും ഓർക്കുക, 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. റെഡിയാണോ? ആണ്. ഇനി ഇവിടെ സംശയം വരാവുന്നത് 0.56/10 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടത്തോട്ടല്ലേ മാറ്റണ്ടേ. അപ്പം ഇവിടെ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റാം, ഒരു സീറോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറത്തുള്ളൂ. കണ്ടോ, ആദ്യം 0.56 അല്ലേ, അപ്പോൾ ഒരു സീറോ ആഡ് ചെയ്ത് 0.056 എന്ന് എഴുതിയാലേ ഒരു പോയിന്റ് ഇടത്തോട്ടാവും. ഓക്കെ, അപ്പോൾ 10 കൊണ്ട് ഹരിക്കുന്നതിൻ്റെ ടെക്നിക്ക് മനസ്സിലായോ സേട്ടാ? അങ്ങനെയാണെങ്കിൽ 100 ആണെങ്കിലോ, 235 ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഹരിക്കാൻ എത്ര പോയിന്റ് ഇടത്തോട്ട് മാറ്റണം? 2 പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് 2 പോയിന്റ് മാറുമ്പോൾ 2.35 എന്നാകും. ശരിയല്ലേ? 2730/100 എത്ര പോയിന്റ് ഇടത്തോട്ട് മാറ്റണം? 2 പോയിന്റ്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് 2 എണ്ണം മാറുമ്പോൾ 27.3 എന്നാകും. 458.27 ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഹരിക്കുക എത്ര പോയിന്റ് ഇടത്തോട്ട് മാറ്റണം? 2. അപ്പം ഇവിടെ കിടക്കുന്ന പോയിന്റ് 2 എണ്ണം മാറുമ്പോൾ 4.5827 എന്നാകും. ഓക്കെ, ഇനി 0.237 ഡിവൈഡഡ് ബൈ 100 എത്ര പോയിന്റ് ഇടത്തോട്ട് മാറ്റണം? 2 പോയിന്റ്. അപ്പോൾ ഇവിടെ 2 പൂജ്യവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ 2 പോയിന്റ് ഇടത്തോട്ടാവത്തുള്ളൂ. 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ക്ലിയർ ആണോ മക്കളെ? ആണ്. ഇതാണ് ചെയ്യുന്ന രീതി. ഇത് ഹരിക്കാനുള്ളത്. ഇനി ഗുണിക്കാനാണെങ്കിലോ പോയിന്റുകൾ വലത്തോട്ട് മാറ്റണം. ഉദാഹരണം 25.46 ഇതിനെ 10 കൊണ്ട് ഗുണിക്കാൻ, 10ന് ഒരു പൂജ്യം അല്ലേ, ഒരു പോയിന്റ് വലത്തോട്ട് മാറ്റണം. അപ്പോൾ 254.6 കണ്ടോ. ഇനി 285.29 ഇതിനെ 100 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം. അപ്പോൾ 2 പോയിന്റ് വലത്തോട്ട് മാറുമ്പം 2, 8, 5, 2, 9 എന്ന് വരും. 2 പോയിന്റ് വലത്തോട്ട് മാറും. ഇനി 2.7 ഇൻറ്റു 100 വേണ്ട 1000, 3 പൂജ്യം അല്ലേ, 3 പോയിന്റ് വലത്തോട്ട് മാറ്റണം. കണ്ട മക്കളെ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ, ബാക്കി 2 സീറോ ഇട്ട് കൊടുക്കണം. അപ്പോഴല്ലേ 3 പോയിന്റ് മാറുന്നേ. കണ്ടോ? അപ്പോൾ ഗുണിക്കാൻ എപ്പോഴും എത്ര പൂജ്യം ഉണ്ടോ അത്രയും പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഹരിക്കാൻ എപ്പോഴും എത്ര പൂജ്യം ഉണ്ടോ അത്രയും പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഗുണിക്കാൻ എപ്പോഴും എത്ര പൂജ്യം ഉണ്ടോ അത്രയും പോയിന്റ് വലത്തോട്ട് മാറ്റണം. റെഡിയാണോ? ടെക്നിക്ക് പിടികിട്ടിയോ? ഓക്കെ ആണോ മക്കളെ? യെസ്. എങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: 0.125നെ സൂചിപ്പിക്കാത്ത ഭിന്നസംഖ്യ.
ഓപ്ഷൻ എ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 125/100 അല്ലേ മക്കളെ? 125/100 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് അല്ലേ ഇടത്തോട്ട് മാറ്റണ്ടേ? അപ്പോൾ അത് 1.25 അല്ലേ കിട്ടുന്നേ? അപ്പം 0.125നെ സൂചിപ്പിക്കാത്ത ഓപ്ഷൻ എ തന്നെയല്ലേ അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി നിങ്ങൾ നോക്കിക്കേ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 125/1000. 3 പൂജ്യം അല്ലേ താഴെയുള്ളത്? അപ്പം 3 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 0.125 കിട്ടിക്കോളൂല്ലോ. ഇനി 5/40 എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/8 ആ മക്കളെ. 1/8 എന്ന് പറഞ്ഞാൽ അത് 0.125 തന്നെയാണ് കേട്ടോ. 1/8 0.125 തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. ചെയ്തത് മനസ്സിലായോ? മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഇതൊക്കെ എക്സാമിന് വരുന്ന എങ്ങനെയാണ് ചോദ്യം വരുന്നത് കേട്ടോ. 1.25ന് തുല്യമായ ഭിന്നസംഖ്യ, ഇതിന് തുല്യമായത് കണ്ടുപിടിക്കണം. ശരി, ഓപ്ഷൻ എ നമുക്കൊന്ന് ചെയ്യാവേ. 120/200 എന്നല്ലേ മക്കളെ? ഞാനേ 2 വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ 60/100 എന്ന് കിട്ടി. ചെയ്തത് കറക്റ്റാണോ? 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിന്റ് അല്ലേ ഇടത്തോട്ട് മാറ്റണ്ടേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.6 അല്ലേ മക്കളെ? ആണ്. അതാണോ 1.25ന് തുല്യമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ 1.25ന് തുല്യമല്ല. ഓപ്ഷൻ സി നമുക്കൊന്ന് നോക്കാം. 25/100 അല്ലേ മക്കളെ? 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പം എന്താ അതാവുന്നേ? 0.25 അല്ലേ ആവുന്നേ? അത് 1.25ന് തുല്യമാണോ? അല്ല. ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. അത് 12/1000 അല്ലേ? 100 അല്ലേ മക്കളെ? 2 പോയിന്റ് മാറ്റുമ്പോൾ 0.12 എന്ന് വരും. അത് 1.25ന് തുല്യമാണോ? അല്ല. അപ്പോൾ പിന്നെ ഏതാ ആൻസർ? 5/4 ആട്ടോ. 5/4 എന്ന് പറഞ്ഞാൽ അത് 1.25 ആണ്. സെറ്റ് ആണ്. ശരി, നെക്സ്റ്റ് വൺ. അടുത്തത് 7.035ന് തുല്യമായ ഭിന്നസംഖ്യ അല്ലേ? ഏതാ മക്കളെ? 7.035ന് തുല്യം. ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? 7035 /1000 അല്ലേ? /1000. 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിന്റ് ഇടത്തോട്ട് മാറ്റം. അപ്പോൾ 7.035 വന്നോളൂല്ലോ. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പക്കയല്ലേ? പക്കയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് കഴിഞ്ഞു. അത് ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും എന്നായിരുന്നു ഹെഡിങ്. മൂന്നാമത്തെ ടൈപ്പ് ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലുമാണ്. എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ കൂട്ടുന്നത് കുറയ്ക്കുന്നത് എന്നാണ്. കൂട്ടുമ്പം ആദ്യത്തേത് 3.3 ഞാൻ എഴുതി അല്ലേ? അടുത്തത് 3.33 ഞാൻ എഴുതി. ഓക്കെ, അടുത്തത് 3.333 എഴുതി അല്ലേ? എപ്പോഴും ഓർക്കുക, എഴുതുമ്പം പോയിന്റുകളെല്ലാം ഒരേ അലൈൻമെൻറ്റിലായിരിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് കൂട്ടിയാൽ മതി, വേറെ പാടൊന്നുമില്ല. യെസ്, 3, ഇത് 3 3 6, 3 3 3 9, പോയിന്റ് അതേപടി എഴുതുക. 3 3 3 9, 9.963, 9.963. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്തത് വ്യക്തമല്ലേ? ഓക്കെ, സംശയമൊന്നും വരാൻ സാധ്യതയില്ല. ഇത് കൂട്ടാം. 0.07 കൂട്ടുമ്പോൾ കുറച്ച് അകത്തി വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കണേ. 0.77. ഓക്കെ, 0.777. ഓക്കെ, 0.7777. ഓക്കെ, കൂട്ടുമ്പം 7. 7 7 14, 4 1 ശിഷ്ടമുണ്ട്. 7കളെല്ലാം കൂട്ടുമ്പം 7 4 28 അല്ലേ? 1 കൂട്ടുമ്പോൾ 9, 2 ശിഷ്ടമുണ്ട്. 21 2 കൂട്ടുമ്പോൾ 23, 2 ശിഷ്ടമുണ്ട്. ആൻസർ 2.3947 എന്ന് വരും. ചെയ്യാൻ നിങ്ങൾക്കറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുന്നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 24.41, 21.09, 0.50. ഓക്കെ, ദെൻ 4. കണ്ടോ, 4 കഴിഞ്ഞല്ലേ ആക്ച്വലി പോയിന്റ് ഒരേ അലൈൻമെൻറ്റ് പറഞ്ഞു. 4 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ലാത്തൊരു സംഖ്യ, പോയിന്റ് ഇല്ലാത്ത സംഖ്യയുടെ പോയിന്റ് ലാസ്റ്റ് അല്ലേ? കണ്ടോ,
ഇതാണ് കൂട്ടേണ്ടത്. നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് എഴുതിയില്ലേ സെറ്റ് ആവുകയില്ല. 9 1 10 0 1 ശിഷ്ടം. 5 4 9 1 10 0 1 ശിഷ്ടം. 4 4 8 1 9 ശിഷ്ടം ഒന്നും കൂടി കൂട്ടുമ്പോൾ 10 ആണോ? യെസ്. ഇനി 1 ശിഷ്ടമുണ്ട്. 2 2 4 1 5 50 എന്ന് കിട്ടും ആൻസർ അല്ലേ മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, മുന്നോട്ട് പോകാവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും കൂട്ടുന്നത് തന്നെയാണ്. 42.03 അല്ലേ, 1.07, 2.5, ഓക്കെ, 6.432 കൂട്ടണം എല്ലാം കൂടെ അല്ലേ. ഇത് 2 7 3 10 3 13 1 ശിഷ്ടം. 5 4 9 1 10 1 ശിഷ്ടം. 0.2 2 2 4 1 5 1 6 6 12 2 1 ശിഷ്ടം. 5 4 1 കൂട്ടുമ്പോൾ 5. 52.032 52.032. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ശരി, മുന്നോട്ട്. ചോദ്യം 1 അല്ലേ, 1 ഓക്കെ, പ്ലസ് 1/10 എന്ന് പറഞ്ഞാൽ 0.1 അല്ലേ, പ്ലസ് 1/100 എന്ന് പറഞ്ഞാൽ 0.01 അല്ലേ, പ്ലസ് 1/1000 എന്ന് പറഞ്ഞാൽ 0.001 അല്ലേ. എല്ലാം കൂടെ കൂട്ടണം. 1 0.1 0.01 0.001 എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് 1 ഇത് 1 ഇത് 1.1 1.111 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 1.111. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഒക്കെയാണല്ലോ, ആണ്. മുന്നോട്ട് കുറയ്ക്കാൻ പഠിക്കാം. ഓക്കെ മക്കളെ, 27.5 മൈനസ് ഓക്കെ 18.7 ഓക്കെ അല്ലേ. കുറയ്ക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടു. നമുക്ക് 5-ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 7-ൽ നിന്നൊന്ന് കടമെടുക്കും. 7-ൽ നിന്നൊന്ന് കടമെടുത്ത് കഴിയുമ്പോൾ 7 6 മാറും. ആ കടം ഇങ്ങോട്ട് വരുമ്പോൾ ഈ 5 എന്നുള്ളത് 15 മാറും. ശരി, 15-ൽ നിന്ന് 7 കുറച്ച് 8 കിട്ടും. ഈ പോയിൻ്റ് അതേപടി ഇവിടെ ഇട്ടു. ഇവിടെ 6 6-ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2-ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കും. 2-ൽ നിന്ന് 1 കടമെടുത്താൽ 2 1 മാറും. കടമെടുത്തുകൊണ്ട് ഈ 6 16 മാറും. 16-ൽ നിന്ന് 8 കുറച്ച് 8 ഓക്കെ അല്ലേ. ഇനി ഇവിടെ 1 അല്ലേ, 1-ൽ നിന്ന് 1 കുറച്ചാൽ 0. ആൻസർ 8.8 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മുന്നോട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22.43 മൈനസ് 0.852 അല്ലേ. ഓക്കെ, ഇത് തമ്മിൽ കുറയ്ക്കാനാണേ. ശരി, അപ്പോൾ ആദ്യം നമുക്കറിയാം ഈ 0 ആണല്ലോ ഇവിടെ, ആണല്ലോ. യെസ്, ഇവിടെ 0 ആണ്. 0-ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുക്കും അല്ലേ, ആണ്. അപ്പോൾ ഇത് 10 ആകും, ആണോ. ഇത് 2 ആകും. ഓക്കെ, 10-ൽ നിന്ന് 2 കുറച്ച് 8. ശരി, ഇവിടെ 2 ആണ്. 2-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുക്കും. അപ്പോൾ ഇത് 3 മാറും. ഇത് 1 12 മാറും. 12-ൽ നിന്ന് 5 കുറച്ച് 7. ശരി, ഇനി 3-ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുക്കും. അപ്പോൾ ഇത് 1 മാറും. ഇത് 13 മാറും. 13-ൽ നിന്ന് 8 കുറച്ച് 5. ഇവിടെ പോയിൻ്റ് ഇടും അല്ലേ. ഇവിടെ 1 ആണ്. 1-ൽ നിന്ന് 0 കുറച്ച് 1, 2-ൽ നിന്ന് 0 കുറച്ച് 2. 21.578 എന്ന് കിട്ടും. 21.578 ചെയ്തത് ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ. ശരി, ആദ്യം നമുക്ക് കുറയ്ക്കാം. 1.238 മൈനസ് 0.45 ആണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം കുറയ്ക്കാം, എന്നിട്ട് കൂട്ടാം അല്ലേ. 8-ൽ നിന്ന് 0 കുറച്ച 8 അല്ലേ. ഇവിടെ 0 ആയിട്ടങ്ങ് പരിഗണിക്കുക ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ 3-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുക്കും. ഇവിടുന്ന് 1 കടമെടുത്താൽ ഈ 2 1 ആകും. ഇത് 13 മാറും.
ആണോ? 13 5 കുറച്ച് 8. ഓക്കെ, ഇവിടെ 1 അല്ലേ, 1 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുക്കും. അപ്പോൾ ഇത് 0 ആയി പോവും, ഇത് 11 ആയി പോവും. 11 4 കുറച്ചാൽ 7 വരും. സോ 0.788 എന്ന് കിട്ടും. 0.788. ഓക്കെ, അത് ഇതിൻ്റെ ഉത്തരമാണ്. മീൻസ് തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയതാണ്. ഇനി അതിൻ്റെ കൂടെ ഇത് കൂട്ടുകയും കൂടെ ചെയ്യണം അല്ലേ. അപ്പോൾ 0.788ൻ്റെ കൂടെ 0.0794 കൂട്ടണം. ശരിയല്ലേ മക്കളെ? അപ്പം 4 9 8 17 7 1 ശിഷ്ടം 8 8 16 6 1 ശിഷ്ടം 7 1 8 0.8674 എന്ന് കിട്ടും. 0.8674 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് വലിയ ദശാംശസംഖ്യ ചെറിയ ദശാംശസംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. ദശാംശസംഖ്യയും ഭിന്നസംഖ്യയും എന്താണെന്ന് ടൈപ്പ് 2-ൽ പഠിച്ചു. ടൈപ്പ് 3-ൽ ദശാംശസംഖ്യകൾ എങ്ങനെ കൂട്ടും കുറയ്ക്കും എന്നത് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കായിട്ടും കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകൾ ബാക്കി കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. താങ്ക് യു മക്കളെ.